എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷനിൽ? ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. എനിക്ക് ആ വീഡിയോ എനിക്ക് പറയുന്നത് നിങ്ങൾ എല്ലാരും കൂടെ ബോണറ്റിനോടെ ഒരു പാട്ട് സീൻ ഇറങ്ങിയില്ല. ലാലേട്ടന്റെ ഒരു പാട്ട് പാടി നിങ്ങൾ ഒരു റീൽ പോലെ ഒരു വീഡിയോ അല്ലല്ല ഇട്ടിട്ട് ഞാൻ ചീത്ത പറഞ്ഞു. പോലീസ് അത് പുറത്തുള്ള പോലീസ് ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? അതിനുള്ള ഇട്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങൾ നാളെ സുപ്രീം കോടതിയിലോട്ട് നേരിട്ട് പോകും. എവിടെ പോയാലും അത് എന്റെ കാലത്തെ വിജയിക്കുള്ളൂ. ആണോ? ഏതായാലും സിനിമ ഇറങ്ങുന്ന വരെ ഇടരുത്. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുക ഇപ്പോഴും. ആണല്ലേ? അല്ല അത് നമ്മളിടുന്ന വീഡിയോ. അത് ഹൈദരാലി എങ്ങാനും ഇട്ടാൽ നമുക്ക് ഞാൻ ജില്ലാ കോടതി ഡിസ്ട്രിക്ട് ഒന്നുമില്ല, നേരെ സുപ്രീം കോടതി. അങ്ങോട്ട് പോവുകയും ചെയ്യല്ലോ. അല്ല അങ്ങനെയല്ല, നിങ്ങൾക്കെതിരെ സുപ്രീം കോടതി കേസ് കൊടുത്ത് ഡൽഹിയിലോട്ട് മാറ്റാനുള്ള പരിപാടിയാ ഈ നാട്. വീഡിയോ ഞങ്ങളുടെ ആഗ്രഹം. നമ്മളെല്ലാവരും പാട്ട് പാടിയടാ. അപ്പൊ പുള്ളിയുടെ എല്ലാ വീഡിയോ ഉണ്ട്. ഇപ്പൊ മനസ്സിലായി സിനിമയുടെ പാട്ടാണ് പാടിയത്. അല്ലല്ല, ഇവരാരും ഇല്ല. എങ്ങനെയാണ് ജയകൃഷ്ണൻ ചേട്ടൻ, സൈൽ ചേട്ടൻ? ഇതെന്നറിയോ, ആ വീഡിയോ ഹൈദരാലി കണ്ടു. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയമാണ് എനിക്ക് കിട്ടിയിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഞെളിഞ്ഞ് സംസാരിക്കത്തില്ല. ഞാൻ ആ വീഡിയോ ഞങ്ങളെ കാണിച്ചു തരും. ഞങ്ങളുണ്ടെങ്കിൽ അല്ല, നിങ്ങളാ മറ്റേ ഞാനും കണ്ടിട്ടില്ല. നിങ്ങൾ ജീപ്പിന്റെ പോകണത് നല്ല സൗണ്ട് അപ്പൊ വരുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഭൂമിയാണ്. അല്ല, ഞാൻ പറഞ്ഞ ആ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ലാലേട്ടന്റെ ഒരു സിനിമയുടെ ഞങ്ങൾ പാടി സുന്ദരി സുന്ദരി. ഹലോ, ഇദ്ദേഹത്തിന്റെ എല്ലാവരും ഇരിപ്പുണ്ടല്ലോ, പുള്ളി കാണിക്കട്ടെ. പാളിന്നാണ് പറഞ്ഞത്. ആർക്ക് പാളിന്ന്? ബാലു ആരാ അപ്പൊ ബോണറ്റ് ഇരിക്കുന്നത്? അങ്ങനെ നിങ്ങളുടെ വീഡിയോയിലുണ്ടെങ്കിൽ ഇവരിൽ ആരാ ബോണറ്റ് ഇരിക്കുന്നത്? എന്റെ പൊന്നെ, ഇത് ഞാൻ ആ കഥ പറയേണ്ടി വരും. പിന്നെ സിനിമയുടെ കഥയിലേക്ക് ചിലപ്പോ പോവാതെ. ഒരു കുഴപ്പമില്ല. അത് അഭിലാഷ് എനിക്ക് അനുമതി തന്നെ ഇപ്പൊ പറയും. അല്ല, ആരാ ബോണറ്റ് ഇരിക്കുന്നു? ഹൈദരാലി പെട്ട് ഇനി ഹൈദരാലിയോട് ഒരു കാര്യം ചെയ്തിട്ട് ഏത് പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂ ആണെന്നറിയാം. ഉദ്ദേശിച്ച വീഡിയോ അതുവരെ കറക്റ്റാ. അതുവരെ കറക്റ്റാ. നമ്മളില്ലടാ. ടെൻഷൻ അടിക്കല്ലേ? ടെൻഷനല്ല, അല്ല ഞങ്ങൾ അറിയാണ്ട് ഇല്ല. അതായത് അത് ആ സീനല്ല നമ്മളത്. അല്ല ഞങ്ങൾ അറിയാണ്ട് ഞങ്ങൾ അഭിനയിച്ച സീനൊക്കെ ഒരു കാര്യം മനസ്സിലായല്ലേ? അതിലൊരു സീൻ എടുത്ത് എന്തായാലും അച്ഛൻ ഇട്ടിരുന്നു, ഡിലേറ്റ് ചെയ്യിപ്പിച്ചു കളഞ്ഞു സീൻ. അല്ല, അത് കറക്റ്റ് ആണല്ലോ. ഇപ്പൊ അതിന് മാറ്റം ശരി. നമ്മള് ഈ സാധനം നമ്മൾ പോസ്റ്റ് ചെയ്യും. നമ്മളിവിടെ എല്ലാരും ഉണ്ടെന്നു. എല്ലാരും ഉണ്ടെന്നേ. സമയത്ത് ഷൂട്ടിന് വരണം. ഞങ്ങളെ സീനിലില്ല, പിന്നെ നേരത്തെ വന്നിക്കണം. അങ്ങനെയാണ് ഉൾപ്പെടുത്തായിരുന്നു അല്ലേ? ഇവരൊന്നല്ല, അച്ചു വന്നു. ലാസ്റ്റ് വരുന്നതാണ് ബൈക്കിൽ വരുന്നത്. ലാസ്റ്റ് ബൈക്കിന് വരുന്നത് അർജുൻ ഉച്ച കഴിഞ്ഞാൽ അവിടെ നിൽക്കട്ടെ. അല്ലല്ല, അത് അവിടെ നിൽക്കണ്ട. നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഉണ്ടായിരുന്നു ജീപ്പിന്റെ മേളിൽ കയറിയിരുന്നു പറഞ്ഞു. വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കയ്യിലുണ്ട്. ഇതാണ് ഹൈദരാലി, ഇതാണ് നിങ്ങളുടെ തൊഴിൽ നിങ്ങൾ ചെയ്യുന്നത്. എപ്പോഴും മനുഷ്യരെ കബളിപ്പിക്കുന്ന ആ പരിപാടി. കാരണം നിരപരാധികളായ രണ്ട് ചെറുപ്പക്കാരെ ഇതിനകത്ത് ഇപ്പം അല്ലേ, അവർക്ക് എന്ത് മനസ്സിന് ബുദ്ധിമുട്ടാവും. അന്ന് ഇങ്ങനെ തമാശ പറഞ്ഞ് എത്ര പേരെ വേദനിപ്പിക്കുന്നുണ്ടെന്നറിയോ? അതൊന്നും ചെയ്യില്ല. സോൾവ് ചെയ്തോ? പിന്നെ പറ്റുമോ? ഞങ്ങളുടെ മക്കളല്ലേ. തുടങ്ങാലോ അല്ലേ? എനിക്ക് സുമതിവള് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം കഥ കേൾക്കുന്ന അച്ചുവാണ് അല്ലേ? അത് 2019 കാറിനുള്ളിൽ കാർ വാഷിന് അവിടെ വെച്ചിട്ടാണ് കഥ കേൾക്കുന്നത്. നമ്മുടെ നിങ്ങൾ രണ്ടുപേരും ഷെയർ ആയിട്ട് നടത്തുന്ന കാർ വാഷ്. പക്ഷെ ആ സമയത്ത് കൊറേ നോക്കി പരിപാടികള്. കാരണം ആ സമയത്ത് നടക്കാൻ ഞാൻ നന്നായി, ബിസിനസ് വൈസ് ആയാലും. ഇപ്പൊ ഇവരുടെ പേരില് വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി, ആ ഒരു വൃത്തിക്ക് തന്നെ ഈ പടം ചെയ്യാൻ പറ്റി. അപ്പൊ അത് ഭയങ്കര വലിയ ഭാഗ്യം. കറക്റ്റ് സമയത്ത് തന്നെ നടന്നു. നമ്മൾ ആഗ്രഹിച്ച പോലെ ചെയ്യാൻ പറ്റി. അന്ന് ചെയ്തെങ്കിൽ ഇദ്ദേഹം കിട്ടൂലായിരുന്നു നമുക്ക്. കറക്റ്റ് ആൾക്കാർ വന്ന് ഒത്തുചേർന്നു, കറക്റ്റ് രീതിക്ക് ആ പടം ചെയ്യാൻ പറ്റി.
പക്ഷെ അതിൽ ഏറ്റവും സന്തോഷം എന്താ ഞാൻ പറയണ വെച്ചാൽ അർജുൻ മനസ്സിലാവുന്നുണ്ട്. അർജുനെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. നമ്മൾ പല ലൊക്കേഷനിൽ പോകുമ്പോഴേ ഇപ്പൊ അർജുനെ മുന്നത്തെ പടത്തിൽ വർക്ക് ചെയ്ത ആളുകളാണ്. അപ്പൊ അവരുടെ അടുത്ത് അർജുൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. സുഖം അപ്പൊ ചേട്ടാ അർജുനോട് കഥ പറഞ്ഞിട്ടുള്ളത് സുമതിയുള്ളത്. ഞാൻ അർജുൻ അത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അവൻ എനിക്ക് തോന്നുന്നു ഏകദേശം 4-5 വർഷത്തോളം എനിക്ക് പഴയ കഥ ഓർമ്മയുണ്ട്. അപ്പൊ അത് ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മളെയും ട്രസ്റ്റ് ചെയ്തു, തിരിച്ച് ഞങ്ങൾ അവനെയും ട്രസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. സംഭവം എന്തായാലും സിനിമ കാത്തിരിപ്പാണ് പ്രഷർ, അതിനൊരു മാറ്റമില്ല. അത്രമാത്രം പബ്ലിസിറ്റി കിട്ടിയേക്കുന്ന ഒരു സിനിമയാണ് ഇത്. എല്ലാവരും നമ്മള് എത്ര 86 ദിവസം ഷൂട്ട് ചെയ്ത്, പക്ഷെ അത്രയും ലെങ്തി ഒരു 50 ദിവസമൊക്കെയാണ് മാക്സിമം. അതിന് മുന്നേ ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും 50 ദിവസം. എന്റെ ഓരോ സീനുകളിലും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലും വെറുതെ ഇരിക്കുന്ന സമയം സീനുകൾ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ ഈ നമ്മള് കല്യാണം ഓടിച്ചിട്ട് അടിക്കാനായിട്ട് തന്നെ ഷോർട്ട് കട്ട് പിടിച്ചിട്ട് ഓടിച്ചിട്ട് അടിക്കാനായിട്ട് ഏറ്റവും ഇദ്ദേഹമായിരുന്നു അവിടെ ഏറ്റവും ബോബി ചേട്ടനെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞ സമയം കൂടുതൽ അറിഞ്ഞില്ല. ഞാനിപ്പോ അവിടെ റേഞ്ചും ഇല്ല, ഒന്നുമില്ല. രാത്രി 6 to 6 മോർണിംഗ് ഉള്ളത് കരിമ്പുലി മാനയൊക്കെ. സംസാരിക്കാനും പറ്റും. ഫോണിനൊന്നും റേഞ്ച് ഒന്നും പറഞ്ഞാലും മനസ്സിലാവും. അല്ല ഇങ്ങനത്തെ സൗണ്ടാണ് സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. നമ്മള് ക്ലൈമാക്സ് എത്ര ദിവസം ആയിരുന്നു ലാസ്റ്റ് ഷൂട്ട് ചെയ്ത്? 3 ദിവസം ക്ലൈമാക്സ് നമുക്ക് അങ്ങനെയുണ്ടല്ല ഫൈറ്റ് ബോബിച്ചേട്ടൻ ഉള്ളത്. അല്ലല്ല ഞങ്ങള് തമ്മിലുള്ള സീക്വൻസിന്റെ കാര്യം അല്ല. അതിപ്പോ പറയാൻ കാര്യം ഞാൻ എന്തോ ഒരു എന്തെങ്കിലും പറഞ്ഞോട്ടെ. അതായത് ഒരു ടൈം ഷെഡ്യൂളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് നമ്മള് ഞാനിത് പറയാൻ വന്നത്. ഞങ്ങള് സീനിൽ അഭിനയിക്കാൻ വന്നപ്പോഴേ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടാണ് ഈ മറ്റേ ക്രിയേറ്റീവ് സൈഡ് മുഴുവൻ ഓർക്കുന്നുണ്ടോ? അപ്പൊ നമ്മളത് പറഞ്ഞ് നമുക്ക് കട്ടക്ക് പിടിക്കുക, നമുക്ക് ഈ പരിപാടി ഇന്ന് തീർക്കണമെന്ന് പടപടാതെ തീർക്കണമെന്ന് പറഞ്ഞ് ഞങ്ങള് വർക്ക് ചെയ്തൊരു സാധനമുണ്ട്. അതിപ്പോ ഓർമ്മ വന്നാ ഓർമ്മ വരുമ്പോ പറയാൻ പറ്റുള്ളൂ. പിന്നല്ലാതെ അല്ലാതെ പോലും പറയാൻ പറ്റും നിങ്ങളെ പോലെ. എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ലോ. പിന്നല്ലാതെ നിങ്ങളിത് പുള്ളിനെ റോസ്റ്റ് ചെയ്ത ഷോ ഞാൻ തിരിച്ചുണ്ടല്ലോ. എപ്പോഴും ഓർമ്മ ഉണ്ടാവും. അവനെ പറ്റി അച്ചു തന്നെയാണ് ബാലുവിന്റെ അടുത്ത്. ബാലുവിലേക്ക് അച്ചു പറയുന്നു അല്ലെ? അല്ല അത് അവിടെ ഒരു സജഷൻ പറഞ്ഞു. അപ്പം അച്ചുവിന് കണക്ട് ചെയ്തത് ഇതുപോലെ അച്ചു എനിക്ക് വേണ്ടി ചെയ്യും അടുത്ത പടം. അതെയോ? പിന്നല്ലേ അച്ചു ഈ പടത്തിലെ 2-3 പേരെ, അതായത് റാഫിനെ കാസ്റ്റ് ചെയ്തത് അർജുൻ സജസ്റ്റ് ചെയ്ത, അതേപോലെ ശിവനെ ഓൾറെഡി നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. സ്വന്തം കഴിവുകൊണ്ട് വന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ റെക്കമെൻഡേഷൻ. അത് പൊളിയായി കേട്ടോ. ആരും റെക്കമെൻഡ് ചെയ്തില്ല. അത് ആലോചിക്കണം. അല്ല അത് അഭിലാഷ് പറഞ്ഞല്ലേ, ഇവർ രണ്ടുപേരും പണി കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ടാണ് എന്നെ വിളിച്ചത്. ബാക്കി പണി കണ്ടിട്ട് ഒരു കിട്ടിയ പണി റെക്കമെൻഡേഷൻ കിട്ടിയൊരു പണിയാണിത്. ഇത് പക്ഷെ ഞാനിപ്പോഴാണ് അറിയുന്നത്. ഏതാ? ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ആരെയും മൈൻഡ് ചെയ്തു. ഉറപ്പായിരുന്നു. അങ്ങനെയൊന്നല്ല. പിന്നെ എങ്ങനെയാ? പിന്നെ എങ്ങനെയാ? അടിപൊളിയാണ്. നമ്മള് ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എന്ത് സംശയിക്കണം? നിങ്ങൾ ശരിക്കും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.